നമസ്കാരം. കേരളത്തെ ഒന്നടങ്കം ഞെട്ടിച്ച ശബരിമല സ്വർണ്ണക്കവർച്ച കേസ് നിലവിൽ അതീവ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കേസിലെ 13-ാം പ്രതിയായ ശബരിമല മുൻ തന്ത്രി കണ്ഠര് രാജീവരെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ അന്വേഷണ സംഘം അതീവ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന അതിനിർണായകമായിട്ടുള്ള ഒരു തൊണ്ടിമുതൽ കോടതിയിൽ ഹാജരാക്കിയത് വലിയ വഴിത്തിരിവായി മാറി. വർഷങ്ങളായി പുറം ലോകം അറിയാതിരുന്ന ശബരിമലയിലെ പഴയ കൊടിമരത്തിന് മുകളിൽ പ്രതിഷ്ഠിച്ചിരുന്ന വാജീവാഹനം എന്ന ആഡംബര ശില്പമാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെടുത്തത്. തന്ത്രി കണ്ഠര് രാജീവരുടെ സ്വകാര്യ വസതിയിൽ നിന്ന് കണ്ടെടുത്ത ഈ ശില്പം കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയത് അന്വേഷണത്തിലെ സുപ്രധാനമായ വിജയമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ശബരിമലയിലെ പുരാതനമായ കൊടിമരത്തിൽ നിലനിന്നിരുന്ന വാജീവാഹനം കേവലം ഒരു ശില്പം എന്നതിലുപരിയായി വലിയ ചരിത്രപരവും വൈകാരികവുമായിട്ടുള്ള പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ്. അയ്യപ്പൻ്റെ വാഹനമായിട്ട് സങ്കല്പിക്കപ്പെടുന്ന കുതിരയുടെ രൂപമാണിത്. 11 കിലോ തൂക്കം വരുന്ന പഞ്ചലോഹത്തിൽ നിർമ്മിച്ച് സ്വർണം പൂശിയ ഈ ശില്പം 2017 ശബരിമലയിൽ പുതിയ കൊടിമരം സ്ഥാപിച്ച വേളയിലാണ് കാണാതായത്. അന്ന് ഈ ശില്പത്തെക്കുറിച്ച് വലിയ വിവാദങ്ങൾ ഉയർന്നിരുന്നുവെങ്കിലും കൃത്യമായ ഒരു വിശദീകരണം നൽകാൻ അധികൃതർക്ക് സാധിച്ചിരുന്നില്ല. എന്നാൽ വർഷങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ ഈ അമൂല്യ വസ്തു തന്ത്രിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തുക വഴി സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിലേക്ക് വ്യക്തമായ വെളിച്ചം വീശാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചു. കേസിലെ നിയമപരമായിട്ടുള്ള നടപടികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. കട്ടളപ്പാളി കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ കണ്ഠര് രാജീവര് നിലവിൽ പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് കഴിയുന്നത്. ഇതിനിടയിലാണ് ദ്വാരപാലക പാളി കേസിൽ കൂടി അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്താൻ കൊല്ലം വിജിലൻസ് കോടതി ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ സ്വർണ്ണക്കവർച്ച കേസിലെ മറ്റൊരു പ്രധാന പ്രതിയായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിൻ്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയത് ബോർഡിന് വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. പത്മകുമാറിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യാൻ കോടതി ഉത്തരവിട്ടു. പ്രതികളെല്ലാം ഉന്നത സ്വാധീനമുള്ളവരായതിനാൽ തന്നെ ജാമ്യം നൽകുന്നത് അത് അന്വേഷണത്തെ ബാധിക്കുമെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു. ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ദേവസ്വം ബോർഡിനും പ്രത്യേക അന്വേഷണ സംഘത്തിനും നേരെ ഇപ്പോൾ രൂക്ഷമായ വിമർശനങ്ങളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നത്. കേസിൽ 12-ാം പ്രതിയായ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി സമർപ്പിച്ച ഹർജി പരിഗണിക്കവേ അറസ്റ്റ് നടപടികൾ നിയമവിരുദ്ധമാണെന്ന അദ്ദേഹത്തിൻ്റെ വാദത്തിൽ കോടതി വിശദീകരണം തേടുകയുണ്ടായി. ജസ്റ്റിസ് A. ബദറുദ്ദീൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് അന്വേഷണ സംഘം എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് മുൻ അംഗമായ KP ശങ്കർദാസിൻ്റെ അറസ്റ്റ് വൈകിപ്പിക്കുന്നത് എന്ന് ചോദിക്കുകയുണ്ടായി. ശങ്കർദാസിൻ്റെ മകൻ ഒരു IPS ഉദ്യോഗസ്ഥനായതുകൊണ്ടാണോ ഈ വിവേചനം എന്ന കോടതിയുടെ ചോദ്യം അന്വേഷണ സംഘത്തെ ഏറെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ദേവസ്വം ബോർഡിൻ്റെ ഭരണപരമായിട്ടുള്ള വീഴ്ചകളെയും കോടതി കടുത്ത ഭാഷയിൽ വിമർശിച്ചു. ക്ഷേത്രത്തിലെ എല്ലാ കാര്യങ്ങളും ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വ്യക്തിയെ ഏൽപ്പിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് സംസ്ഥാനത്ത് ഒരു ദേവസ്വം ബോർഡ് സംവിധാനം എന്ന് സിംഗിൾ ബെഞ്ച് ചോദിച്ചു. പ്രതി ഗോവർദ്ധൻ്റെ ജാമ്യാപേക്ഷയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേര് ആവർത്തിച്ച് പരാമർശിക്കപ്പെട്ടതാണ് കോടതിയെ ഇത്തരമൊരു നിരീക്ഷണത്തിലേക്ക് നയിച്ചത്. ദേവസ്വം ബോർഡിൻ്റെ സ്വത്തുക്കളും ആഭരണങ്ങളും കൈകാര്യം ചെയ്യുന്നതിൽ നിലനിൽക്കുന്ന സുതാര്യതയില്ലായ്മയും ഉദ്യോഗസ്ഥ പ്രഭുത്വവും ഒക്കെ തന്നെ ഈ കോടതിയുടെ ഈ വിമർശനത്തിന് വിധേയമായി മാറി. വരും ദിവസങ്ങളിൽ കേസിലെ കൂടുതൽ നിർണായക വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് സൂചന. കണ്ടെടുക്കപ്പെട്ട വാജീവാഹനം കോടതി മുൻപാകെ സമർപ്പിച്ചത് അന്വേഷണത്തിൽ പുതിയ വഴിത്തിരിവായതിനാൽ തന്നെ മറ്റ് പ്രതികളുടെ ജാമ്യാപേക്ഷകളിലും ഇതിൻ്റെ പ്രതിഫലനം ഉണ്ടാകും. ജാമ്യം നിഷേധിക്കപ്പെട്ട മൂരാരി ബാബു, ഗോവർദ്ധൻ തുടങ്ങിയവരുടെയും പങ്കജ് ഭണ്ഡാരിയുടെയും ഹർജികൾ അടുത്ത ബുധനാഴ്ച കോടതി വീണ്ടും പരിഗണിക്കും. നിലവിൽ SITയിൽ നിന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ട വിശദീകരണങ്ങൾ കേസിൻ്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ ഏറെ നിർണായകമായി മാറും. വിശ്വാസികളുടെ വികാരത്തെയും ക്ഷേത്ര സ്വത്തിനെയും ബാധിക്കുന്ന ഈ കേസിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ഉണ്ടാകണമെന്ന് പൊതുവികാരമാണ് ഇപ്പോൾ നിലവിൽ ഉയർന്നു കേൾക്കുന്നത്.